ടീച്ചറമ്മ ഫ്രോം ലിവർപൂൾ UK. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ടീച്ചറമ്മ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തിയാണ്, ഒക്ടോബർ 2. ബാപ്പുജിയെ ഓർക്കുകയാണ്. 300 വർഷക്കാലം നമ്മളെ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടൻ, ആ രാജ്യത്താണ് ടീച്ചറമ്മ ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് ഇവിടെ, ഇഷ്ടമായോ, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ആരെടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്, അപ്പോൾ നമുക്ക് വലിയ ആഷ്പൂഷ് ഇവിടുത്തെ ഇംഗ്ലീഷ് പറയുന്ന പോലെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരത് സ്പീഡിൽ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരത് വളരെ നിർത്തി പതുക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും ആ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഞാൻ വിചാരിച്ച് എനിക്കറിയില്ലല്ലോ ഇവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഐ എം സോറി അല്ലെങ്കിൽ താങ്ക് യു, വളരെ റെസ്പെക്റ്റോടുകൂടി അവരുടെ മാനേഴ്സ് ആൻഡ് എറ്റിക്വറ്റ്സ് അത് ഭയങ്കര എടുത്തു പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവരത്രത്തോളം റെസ്പെക്റ്റോടു കൂടിയാണ് നമ്മളോട് പെരുമാറുന്നതൊക്കെ. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഏതെങ്കിലും ഒരു സായിപ്പ് വന്നിട്ട് വഴി ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണ്, അപ്പോൾ നമ്മുടെ ആളുകൾ പൊതുവേ കുറേയധികം ആളുകളെങ്കിലും അവരെ ഒരു കളിയാക്കി ഒരു പുച്ഛഭാവത്തിൽ കാണുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് നമ്മളോട് അവർ പെരുമാറുന്നത്. കുറേ നല്ല കാര്യങ്ങളുണ്ട്, നമ്മൾ അവരിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ടീച്ചറമ്മ പറയാൻ വന്നത് അതല്ല. ഇന്നത്തെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഒരു ദിവസത്തിൽ ബാപ്പുജിയോടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അപ്പോൾ ബാപ്പുജിയോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ടീച്ചറമ്മയ്ക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, ഒരു കാലത്ത് എനിക്കൊരിക്കലും ജീവിതത്തിൽ കാണാൻ കഴിയുമെന്നൊന്നും കരുതിയ കാര്യമില്ല. ഞങ്ങളുടെ വന്നതിന് ശേഷം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചതാണോ ഇവിടെ ബ്രിട്ടനിലൊക്കെ വരാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്നലെ മാഞ്ചസ്റ്റർ സ്റ്റേഡിയത്തിൽ പോയി, അപ്പോൾ അവിടെയൊക്കെ ജീവിതത്തിൽ വന്ന് കാണാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ച കാര്യങ്ങളല്ല. അപ്പം അസംഭവ്യമായതിനെ പോലും നമുക്ക് സംഭവ്യമാക്കി എടുക്കാൻ പറ്റും നമ്മളുടെ മൈൻഡ് പവർ കൊണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്ത് സ്വപ്നം കണ്ടാലും അത് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെപ്പോഴും നല്ല സ്വപ്നങ്ങൾ കാണുക. പലരും പറയും, സ്വപ്നം കണ്ടാൽ എല്ലാം നടക്കൂ. അതെ, നമ്മൾ ഇന്ന് കാണുന്ന സ്വപ്നങ്ങൾ നാളത്തെ റിയാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും സ്വപ്നങ്ങൾ കാണുക, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ഫാമിലിയോടൊപ്പം വിദേശ യാത്രകൾ പോകുന്നത്, എൻജോയ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കുടുംബത്തെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബത്തെ എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് ഇംഗ്ലണ്ട് ട്രിപ്പ് എനിക്ക് സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാനെപ്പോഴും പറയില്ലേ, ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിരുന്ന ആ സ്വപ്ന ജീവിതത്തേക്കാൾ മികച്ച ജീവിതത്തിലാണ് ഇന്ന് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിനോട് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ കാലടികൾ വെക്കുമ്പോഴും താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയുക. നമ്മളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. എപ്പോഴും ഹാപ്പി ആയിരിക്കുക. അതുപോലെ ലൈഫിലെ ഓരോ നിമിഷത്തെയും എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസം ഓരോ നിമിഷവും ഇനെന്താ പറയുക, അത്രയേറെ എൻജോയ് ചെയ്യുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അതിനെ മുറുകെ പിടിക്കുക. എത്രത്തോളം, അതായത് ഒരിക്കലും വിട്ട് കളയരുത്. ഇതൊക്കെ നടക്കുമോ, എങ്ങനെ നടക്കും? ഒരു കാലത്ത് എനിക്കിതൊന്നും എന്താ പറയുക, ഇതൊക്കെ എങ്ങനെ സ്വപ്നം കണ്ടിരുന്നു, ഇതിലേക്കൊക്കെ എങ്ങനെ എത്തും, അതൊക്കെ പറ്റുമോ? ഭാഗ്യമുള്ളവർക്കല്ലേ ഇതൊക്കെ പറ്റൂ. ഏറ്റവും ഭാഗ്യം കെട്ടവളാണ് ഞാൻ എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. ഭാഗ്യമെന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ സ്വയം വിശ്വസിക്കുക, ഞാൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഞാൻ ഭാഗ്യവതിയാണ്. നമ്മൾ സ്വയം അങ്ങനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ആ ഭാഗ്യങ്ങൾ എത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത്രയേറെ പവറുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ചാൽ നമുക്കെല്ലാവർക്കും എല്ലാം നേടിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇന്ന് കാണുന്ന സ്വപ്നത്തിൽ നിങ്ങൾ നാളെ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ പറയും, ശരിയാണ്,
ഇതൊക്കെ എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാന്ധി ജയന്തി ആശംസകൾ. പഠിപ്പിച്ച് തന്നിട്ടുള്ള എല്ലാ പ്രാക്ടീസുകളും കറക്റ്റായിട്ട് ചെയ്യുക, മെഡിറ്റേഷൻ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒക്ടോബർ 5-നാണ് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന. ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളോട് ഒരുപാട് ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. 9526549978 എന്ന എൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഒക്ടോബർ 7-നാണ് ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലാറ്റിനത്തിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പ്ലാറ്റിനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9599776199 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലവ് യു ആൾ.